CPM തെറ്റിദ്ധരുത്താൻ തിരികെ വരാൻ മറ്റെന്തൊക്കെ സാധ്യതയുണ്ട് എന്ന പരിശോധന കൂടി നടത്താം. അവിടെ ഏറ്റവും സുപ്രധാനമാവുന്ന ഒരു കാര്യമാണ് ഒരു ബജറ്റ്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു വമ്പൻ പ്രഖ്യാപനം സർക്കാർ നടത്തിയിരുന്നു. പക്ഷേ ആ പദ്ധതികളൊന്നും ഏറ്റില്ല. വീണ്ടും കൂടുതൽ ജനക്ഷേമകരമായ പദ്ധതികൾ പ്രഖ്യാപനങ്ങൾ നടത്തണം. അതിന് അവസരം നൽകുന്നത് ഒരു ബജറ്റ് പ്രഖ്യാപനം എന്ന ഒരു സാധ്യത കൂടിയാണ്. സ്വാഭാവികമായും ആ ബജറ്റിനെ ഒരു രാഷ്ട്രീയ സാധ്യതയാക്കാൻ ഇടതുമുന്നണി സർക്കാർ തയ്യാറായേക്കാം. എന്താണ് ബജറ്റ് ഉന്നമിട്ടുകൊണ്ട് ഇടതുമുന്നണി സർക്കാർ നടത്താൻ പോകുന്ന നീക്കം? എപ്പോൾ അത് പ്രതീക്ഷിക്കണം നോക്കാം നമുക്ക്. അപ്പോൾ വമ്പൻ പ്രഖ്യാപനങ്ങളോടെയുള്ള ഒരു ബജറ്റ് അവതരണത്തിനുള്ള ശ്രമമാണ് സർക്കാർ CPM ശ്രമിക്കുന്നത്. കാരണം വമ്പൻ പ്രഖ്യാപനം എന്ന് പറയുമ്പോൾ വലിയ പ്രഖ്യാപനങ്ങൾ നടത്താനുള്ള അവസരം തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഭരണം നഷ്ടപ്പെടുമെന്ന തോന്നൽ അല്ലെങ്കിൽ തോൽവി എന്ന ഭയം ഉള്ളിടത്തോളം കാലം വമ്പൻ പ്രഖ്യാപനങ്ങൾ സ്വാഭാവികമായും നടത്തേണ്ടി വരും. അത്തരം പ്രഖ്യാപനങ്ങൾ ഉണ്ടാവാം. അങ്ങനെയെങ്കിൽ ആ പ്രഖ്യാപനങ്ങളിൽ ഏതൊക്കെ ഉൾപ്പെടും എന്ന ചോദ്യം കൂടിയാണ് പ്രധാനപ്പെട്ട കാര്യം. ജനുവരി പകുതിയോടുകൂടി ഈ ബജറ്റ് അവതരണം നടത്തേണ്ടി വരും. ജനുവരി പകുതിയോടുകൂടി സംസ്ഥാന സർക്കാരിൻ്റെ അവസാന ബജറ്റ്, രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാനത്തെ ബജറ്റ് ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിക്കും. ജനുവരി പകുതിയോടുകൂടിയാണ് ഈ ബജറ്റ് വരുന്നത്. സ്വാഭാവികമായും ബജറ്റ് ഉന്നമിട്ടുള്ള നീക്കം നമുക്ക് നോക്കാം. ബജറ്റിൽ എന്തൊക്കെ പദ്ധതികൾ പ്രതീക്ഷിക്കാം? ഈ ബജറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാനാവുന്ന പദ്ധതികളിൽ പ്രധാനപ്പെട്ടത് ഒന്ന് സർക്കാർ ജീവനക്കാരെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ചില നീക്കങ്ങളാണ്. നമുക്കറിയാം സർക്കാർ ജീവനക്കാർ ഒരു കീ ഫാക്ടറാണ്. കേരളത്തെ സംബന്ധിച്ച് സർക്കാർ എംപ്ലോയീസ് ഒരു കീ ഫാക്ടറാണ്. ഇടത് വലത് മുന്നണികളുടെ ഭരണസമയത്തും അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സർക്കാർ ജീവനക്കാരെ എപ്പോഴും തലോടിപ്പോകുന്ന ശൈലിയാണ് കൂടുതലായും ഇടതുപക്ഷം പൊതുവിൽ സ്വീകരിക്കാറുള്ളത്. അങ്ങനെയെങ്കിൽ ബജറ്റ് ഉന്നമിട്ട് നടത്തുന്ന നീക്കത്തിൽ പങ്കാളിത്ത പെൻഷന് പകരം ഒരു പുതിയ പദ്ധതിയുടെ പ്രഖ്യാപന സാധ്യത. നമുക്കറിയാം UDF സർക്കാർ കൊണ്ടുവന്നതാണ് പങ്കാളിത്ത പെൻഷൻ. അന്ന് അതിനെതിരെ വലിയ സമരം നടത്തിയ ഇടതുമുന്നണി പക്ഷേ 10 വർഷം പൂർത്തിയാക്കുമ്പോഴും പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കാൻ തയ്യാറായിട്ടില്ല. അതൊരു ഓഫർ ഉണ്ടായിരുന്നു ജനങ്ങൾക്ക് മുന്നിൽ, ജീവനക്കാർക്ക് മുന്നിൽ. അപ്പോൾ അത് പരിശോധനയ്ക്ക് ഒരു സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ച് പകരം പുതിയൊരു പദ്ധതി, പഴയ തിരിച്ചുപോക്കല്ല, പകരം പുതിയൊരു പദ്ധതി എന്ന നീക്കത്തിലേക്ക് സർക്കാർ ആലോചിക്കുന്നു എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന സൂചനകൾ. പക്ഷേ വളരെ രഹസ്യമായി തന്നെയാണ് ഇത് സംബന്ധിച്ച ഫയൽ നീക്കങ്ങൾ സർക്കാർ തലത്തിൽ നടക്കുക എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇനി പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ള മറ്റൊരു പദ്ധതി നമുക്ക് നോക്കാം. അടുത്ത സാധ്യതയുള്ള ഒരു പ്രഖ്യാപനത്തിലേക്ക് വരുമ്പോൾ അതിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ക്ഷേമ പെൻഷനുകളുടെ വർധനവാണ്. ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കാനുള്ള നീക്കമാണ്. ക്ഷേമ പെൻഷൻ ഇനിയും വർദ്ധിപ്പിക്കും. സർക്കാർ ഉറപ്പ് നൽകിയത് 2500 എന്ന ഒരു 2500 രൂപ പെൻഷൻ കൊടുക്കുമെന്നാണ്. ഒരു സ്വാഭാവികമായും അതിനോട് ചേർന്ന് നിൽക്കുന്നതോ അല്ലെങ്കിൽ ഒരുപക്ഷെ ഇനി അതിനെ മറികടക്കുന്നതോ തള്ളിക്കളഞ്ഞുകൂടാ ആ സാധ്യത. അത്തരം ചില പ്രഖ്യാപനങ്ങൾക്ക് സാധ്യതയുണ്ട്. അപ്പോൾ ക്ഷേമ പെൻഷൻ ഒരു വലിയ സാധ്യതയാണ്. മറ്റൊന്ന് സർക്കാർ ജീവനക്കാരുടെ ശമ്പള വർധന പ്രഖ്യാപനമാണ്. അതായത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, ഈ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുന്നതിന് പുറമെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പള വർധന പ്രഖ്യാപനം അത് നടപ്പിലാക്കാനുള്ള നീക്കം. സർക്കാർ ജീവനക്കാരുടെ ശമ്പള വർധനവ് നടപ്പിലാക്കണമെങ്കിൽ ശമ്പള വർധനവിന് വേണ്ടി പ്രത്യേക കമ്മീഷനെ നിയോഗിക്കണം. പക്ഷേ ഈ കമ്മീഷൻ്റെ പ്രവർത്തന കാലയളവിൽ കമ്മീഷൻ റിപ്പോർട്ട് നൽകി സർക്കാരിന് പരിഗണിക്കാനുള്ള ഒരു സമയപരിധിയില്ല. പ്രശ്നമുണ്ട്, സമയമില്ല. അതുകൊണ്ട് തന്നെ അത് മറികടക്കാൻ പുതിയൊരു കമ്മിറ്റിയെ നിയോഗിച്ചുകൊണ്ട് ഒരു ബദൽ നീക്കത്തിന് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് സർക്കാർ ജീവനക്കാരുടെ ശമ്പള വർധനവിൻ്റെ പ്രഖ്യാപനം വന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നതാണ് സാഹചര്യം. ഇനി അവശേഷിക്കുന്ന മറ്റൊരു സാധ്യത വൻകിട പദ്ധതികളുടെ പ്രഖ്യാപനങ്ങൾക്കുള്ള സാധ്യതയാണ്. നോക്കുക, വൻകിട പദ്ധതികൾ ഏറെയൊന്നും പ്രഖ്യാപിക്കാത്ത ഒരു വർഷങ്ങളാണ് കടന്നുപോയത്. കാരണം നിലവിൽ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികളുടെ പൂർത്തീകരണമാണ് ഞങ്ങളുടെ അജണ്ട. അതായിരുന്നു പ്രധാനമായും പറഞ്ഞിരുന്നത്. കേരയിൽ പോലെയുള്ള വൻകിട പദ്ധതികൾ മുന്നോട്ട് പോകാതെ വന്നു, വലിയ വിവാദങ്ങളിൽപ്പെട്ടു, അവസാനം ഏറെക്കുറെ പിൻവലിക്കപ്പെട്ട മട്ടാണ്. അങ്ങനെയെങ്കിൽ ബദലായ മറ്റൊരു സാധ്യതയുടെ പ്രഖ്യാപനം ഒരു പക്ഷേ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത്തരം സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ. ആ സാധ്യതയിലേക്ക് തന്നെ നമുക്ക് പ്രതീക്ഷിക്കണം. അതുതന്നെയാണ് ഈ സർക്കാരിൻ്റെ ഇപ്പോഴത്തെ നീക്കങ്ങൾക്ക് കാരണം. അങ്ങനെ ബജറ്റ് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു വലിയ നീക്കവും സാധ്യതയും തന്നെയാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. അത്തരം നീക്കങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കണം. പക്ഷേ നോക്കുക, മുന്നിലുള്ള വെല്ലുവിളി അതെത്രമാത്രം വലുതായിരിക്കുമെന്നത് നമുക്കറിയാം. വെല്ലുവിളി എന്നത് വലിയ രീതിയിലൊന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിയുണ്ടാക്കിയ പ്രതിസന്ധിയും ആ സാഹചര്യവും മുന്നിലുണ്ട്. ഇതിന് പുറമെ മറ്റ് ചില കാരണങ്ങൾ കൂടി സർക്കാരിന് മുന്നിൽ പ്രതിസന്ധിയായി മാറുന്നുണ്ട്. എന്തൊക്കെയാണ് വെല്ലുവിളി? നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. ഇതിലേക്ക് വരുമ്പോൾ ഒന്ന്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നേരത്തെ ഉണ്ടാകുമെന്ന സാഹചര്യമാണ്. അതായത് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഇത്തവണ നേരത്തെ തന്നെ ഉണ്ടാകും.
അത് ഈ ഫെബ്രുവരി മാസത്തിൻ്റെ അവസാനത്തിൽ തന്നെ വോട്ടർ പട്ടിക കരട് വോട്ടർ പട്ടിക പൂർത്തിയാവാനുള്ള സാധ്യതയുണ്ട്. അതായത് ഫെബ്രുവരി മാസത്തിൻ്റെ അവസാനമോ മാർച്ച് ആദ്യമോ ഈ പ്രഖ്യാപനം ഉണ്ടാവാനുള്ള സാധ്യതയാണ് ഉണ്ടാകുന്നത്. അതിന് കാരണം ഈ ഫെബ്രുവരി അവസാനമോ മാർച്ചോ ആയിട്ടുള്ള പ്രഖ്യാപനം വരും. ഫെബ്രുവരി അവസാന വാരം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷമുള്ള അന്തിമ വോട്ടർ പട്ടികയുടെ പ്രസിദ്ധീകരിക്കപ്പെടുന്നു. തൊട്ടു പിന്നാലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാവുന്നു. അങ്ങനെ മാർച്ച് ആദ്യം തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകും എന്നതാണ് സാഹചര്യം. അതുകൊണ്ട് ആ പ്രതീക്ഷയിൽ തന്നെയാണ് ഇടതുമുന്നണിയും സർക്കാരും മുന്നോട്ട് പോകുന്നത്. ഇനി മറ്റൊരു വെല്ലുവിളി ഉള്ളത് തയ്യാറെടുക്കാനുള്ള സമയപരിമിതിയാണ്. നമുക്കറിയാം, വെറും 2 മാസം മാത്രമാണ് ബാക്കിയുള്ളത്. ഈ 2 മാസത്തിനുള്ളിൽ ഈ കാര്യങ്ങളൊക്കെ തിരുത്തണം. മുന്നണിക്ക് രാഷ്ട്രീയമായ തിരുത്തൽ വരുത്തണം. ഒപ്പം സർക്കാരിന് ചില ജനക്ഷേമകരമായ പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കണം. ഈ സമയത്ത് ഭരണവിരുദ്ധ വികാരം മറികടക്കാൻ മതിയായ സമയമില്ല എന്ന ഒരു വലിയ വെല്ലുവിളി കൂടി ഇവർ നേരിടുന്നുണ്ട്. അതുകൊണ്ട് അത് മറികടക്കാനുള്ള ഒരു വെല്ലുവിളി ചെറുതല്ല. മറ്റൊരു വലിയ പ്രശ്നം, ഈ പ്രഖ്യാപനങ്ങൾക്കെല്ലാം പണം ആവശ്യമാണ്. അതിനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടോ? ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചു. ആ ക്ഷേമ പെൻഷൻ നൽകണമെങ്കിൽ, ഈ അവശേഷിക്കുന്ന നാളുകളിൽ നൽകണമേ തന്നെ സർക്കാരിന് ഒരു വലിയ കരുതൽ നടത്തേണ്ടതുണ്ട്. അപ്പോൾ നേരിടുന്ന ഒരു പ്രതിസന്ധി, സർക്കാരിന് അതിനുള്ള പണമുണ്ടോ എന്ന ചോദ്യമാണ്. അതായത് സർക്കാർ നേരിടുന്ന പ്രതിസന്ധികളിലൊന്ന്, സർക്കാരിന് ഈ പ്രഖ്യാപനങ്ങൾക്ക് തുടർച്ചയായി മുന്നോട്ട് പോകാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മുന്നിലുണ്ട്. ആ സാമ്പത്തിക പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കും എന്ന ചോദ്യം കൂടിയാണ്. നമുക്കിതിൻ്റെ സാഹചര്യം പരിശോധിക്കാം. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ബജറ്റിനെ ഒരു രാഷ്ട്രീയ സാധ്യതയാക്കുന്നു. അതേസമയം മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന വെല്ലുവിളി, ഈ 2 സാഹചര്യങ്ങളുള്ള എന്താണ് CPMൻ്റെ സർക്കാരിൻ്റെ ആലോചന? നമുക്ക് പരിശോധിക്കാം. വി അരുൺ തുടരുന്നുണ്ട്. അരുൺ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ അജണ്ടകളിൽ ഇനിയും അവശേഷിക്കുന്നത് പാർട്ടി മുന്നണി തലത്തിലുള്ള തെറ്റിദ്ധരുത്തലിന് പുറമെ സർക്കാരിന് ജനക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കാനുള്ള ഒരു അവസരമാണ്. അതിന് ബജറ്റ് ഒരു സാധ്യതയാണ്. ഈ ബജറ്റിലെ വൻകിട പ്രഖ്യാപനങ്ങൾക്കുള്ള സാധ്യതകൾ എത്രമാത്രമുണ്ട്? നമ്മൾ സൂചിപ്പിച്ച ആ സാഹചര്യങ്ങൾ തന്നെയാണോ നിലവിലുള്ളത്? അതിനപ്പുറം ഇതിന് നേരിടാൻ പോകുന്ന വെല്ലുവിളി അത് എത്രമാത്രമായിരിക്കും വരും? വലിയ വെല്ലുവിളിയുണ്ട്. പക്ഷേ ആ വെല്ലുവിളികളെ അവസരമാക്കി മാറ്റണമെന്നൊരു പൊതു അഭിപ്രായമാണ് CPMലും സർക്കാരിലുമുള്ളത്. കാരണം ഇവിടെ ഇല്ലെങ്കിൽ ഇനി മറ്റൊരിടത്തും ഭരണമില്ലാത്ത അവസ്ഥയിലേക്ക് ഇടതുമുന്നണി CPMും CPIയും ഒക്കെ പോകും. അതുകൊണ്ട് തന്നെ ഭരണം പിടിച്ചു നിർത്താൻ, ഭരണം നിലനിർത്താൻ, തുടർഭരണം എന്ന വലിയ സ്വപ്നം, വലിയ അവകാശവാദമാണ് കഴിഞ്ഞ 1 വർഷമായി ഇടത് കേന്ദ്രങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം അത്ര നല്ല സൂചനയല്ല ഇടതുമുന്നണിക്ക് പൊതുവിൽ നൽകുന്നത്. അതുകൊണ്ട് തന്നെ അത് മറികടക്കാൻ, ഈ എതിർ വികാരം മറികടക്കാൻ ചെയ്യാവുന്നതെല്ലാം ചെയ്യാം. അത് പാർട്ടി തലങ്ങളിൽ, അതുപോലെ തന്നെ മുന്നണി തലത്തിൽ, അതിനുമപ്പുറത്തേക്ക് സർക്കാർ തന്നെയാണ് ഏറ്റവും വലിയ ഒരു ശക്തി. സംസ്ഥാനത്ത് ഇടതുമുന്നണിയുടെ എന്തും ചെയ്യാൻ. നമ്മൾ ബീഹാറിൽ കണ്ടതാണ്. തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ എല്ലാ മുന്നണികളും എല്ലാ പാർട്ടികളും നൽകി. പക്ഷേ ഭരിക്കുന്ന സർക്കാർ നൽകിയ ആ വാഗ്ദാനങ്ങൾ ജനങ്ങൾ വിശ്വാസത്തിലെടുക്കുകയായിരുന്നു ബീഹാറിലുണ്ടായത്. പല കാരണങ്ങളിലൊന്ന് അതായിരുന്നു. അത് ചില നേതാക്കളോട് സംസാരിക്കുക അവർ സൂചിപ്പിക്കുക അതുതന്നെയാണ്. പ്രതിപക്ഷം നേരിടാൻ പോകുന്ന വെല്ലുവിളിയും അത്തരം കാര്യങ്ങളാണെന്ന് അവർ പറയുന്നു. അതായത് ഭരിക്കുന്ന സർക്കാരിന് വാഗ്ദാനങ്ങൾ നൽകുക. ഇപ്പോൾ തന്നെ സർക്കാരിന് മുന്നിൽ വലിയ അതിനുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കാനുള്ള മതിയായ കാരണങ്ങളുണ്ട്. 2000 രൂപ എന്നതിലേക്ക് ക്ഷേമ പെൻഷൻ ഉയർത്തിയിട്ടുണ്ട്. 2500 ലക്ഷ്യം. ഞങ്ങൾ വന്നാൽ അതും നൽകും എന്നാകും സർക്കാർ പറയാൻ പോകുന്നത്. ഇനിയൊരു ക്ഷേമ പെൻഷനിൽ പെട്ടെന്നൊരു വർധന ഉണ്ടാകുമെന്ന കാര്യം വ്യക്തതയില്ല. ഒരുപക്ഷെ കുറച്ച് തുകയെങ്കിലും കൂട്ടിയാലും അത്ഭുതപ്പെടാനുമില്ല. ഈ വലിയ തിരിച്ചടി തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമ്പോഴും അത് ഒരു പരിധിവരെ തടഞ്ഞു നിർത്തിയത് ഈ ഒരു ക്ഷേമ പ്രഖ്യാപനങ്ങളാണെന്ന് വിശ്വസിക്കുന്നവർ ഇടതുമുന്നണിയിലേറെയുണ്ട്. ക്ഷേമ പ്രഖ്യാപനം കൂടി ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ ഭരണവിരുദ്ധ വികാരം, പ്രത്യേകിച്ച് CPI പോലുള്ള പാർട്ടികൾ ഭരണവിരുദ്ധ വികാരം കുറച്ചുകൂടി വലിയ ആഘാതം ഉണ്ടാക്കിയേനെ. ഇപ്പോഴുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലമാകില്ല ഉണ്ടാകാൻ പോകുന്നത്. പല കാരണങ്ങൾ, കോൺഗ്രസ് വോട്ട് മറിച്ചു, BJP കോൺഗ്രസ് സഖ്യം പലയിടങ്ങളിലും ഉണ്ടായിരുന്ന രാഷ്ട്രീയ ആരോപണങ്ങൾ നിലനിൽക്കുമ്പോഴും ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ആഘാതം, അതിൻ്റെ തോത് കുറച്ചത് ഈ ക്ഷേമ പ്രഖ്യാപനങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് പരമാവധി ക്ഷേമ പ്രഖ്യാപനങ്ങൾ ഇനിയുള്ള ബജറ്റിലും സർക്കാർ ഉണ്ടാകും. ഈ ജനുവരി അവസാന വാരത്തോടുകൂടി ബജറ്റ് അവതരിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ആ ബജറ്റിലും പരമാവധി ക്ഷേമ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. വികസന സ്വപ്നങ്ങൾ പ്രഖ്യാപിക്കപ്പെടും. സൈദ് സൂചിപ്പിച്ച പോലെ പിണറായി വിജയൻ്റെ ഈ സർക്കാരിന് ഏറ്റവും വലിയ ഒരു ലക്ഷ്യമെന്നുള്ളത്, ആ സ്വപ്നമെന്നുള്ളത് ദേശീയപാത വികസനവും അതുപോലെ വിഴിഞ്ഞത്തിനുമൊക്കെ അപ്പുറത്തേക്ക് അതിവേഗ റെയിൽ പാത എന്നുള്ളതാണ്. കെയർ എന്ന രൂപത്തിൽ അത് നടപ്പാക്കാൻ കഴിയില്ലാത്ത അവസ്ഥ സർക്കാർ തുറന്നു സമ്മതിക്കുന്നു. അവിടെയാണ് ഈ റാപ്പിഡ് ട്രെയിൻ സർവീസ് പോലുള്ള പുതിയ വഴികളിലേക്ക് സർക്കാർ തിരിയുന്നത്. അതിനും അപ്പുറത്തേക്ക് സർക്കാർ ജീവനക്കാരാണ്. ഏത് സർക്കാർ അധികാരത്തിൽ വരണമെങ്കിലും സർക്കാർ ജീവനക്കാരുടെ മാത്രമല്ല അവരുടെ കുടുംബങ്ങളുടെ കൂടി പിന്തുണ ആവശ്യമാണ്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ
ഇടതുമുന്നണിക്ക് ഉണ്ടായിരുന്നില്ല. തങ്ങൾക്കൊപ്പം പരമ്പരാഗതമായി നിന്ന സർക്കാർ ജീവനക്കാർ പോലും സംഘടനയിൽ ഉള്ളവർ പോലും തിരിച്ചു കുത്തി എന്ന ഒരു വിലയിരുത്തൽ CPMൻ്റെ പല ഘടകങ്ങളും നടത്തിയതാണ്. അവരെ പിടിച്ചു നിർത്തണം, ഒപ്പം നിർത്തണം. അതുകൊണ്ട് അവരുടെ ദീർഘകാല ആവശ്യമായി ശമ്പള വർധന, ശമ്പള കമ്മീഷൻ എന്നൊരു നിലപാടിലേക്ക് CPM സർക്കാർ പോകാനിടയുണ്ട്. അത് ശമ്പള കമ്മീഷനാകില്ല, അതിന് സമയം വളരെ കുറവാണ്. ഒരു ശമ്പള വർധനയ്ക്ക് വേണ്ടി ഒരു കമ്മിറ്റിയെങ്കിലും വെച്ചുകൊണ്ട് ആ പ്രഖ്യാപനം ഒരുപക്ഷെ ബജറ്റിലുണ്ടാകാം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചവർ ഏറെയാണ്. പക്ഷേ അതുണ്ടായില്ല. പക്ഷേ ബജറ്റിൽ അത്തരം പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാം, വികസന പദ്ധതികൾ ഉണ്ടാകാം. ക്ഷേമ പെൻഷൻ വാഗ്ദാനമായെങ്കിലും കുറച്ച് കൂടിയ തുക പറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ ഇടയുണ്ട്. അങ്ങനെ എന്തെല്ലാം ജനങ്ങൾക്ക് നൽകാനാകുമോ അതൊക്കെ നൽകിക്കൊണ്ട് ഭരണം പിടിച്ചു നിർത്തുക തന്നെയാണ് വലിയ ലക്ഷ്യം. ഈ അടിത്തറ ഒലിച്ചു പോയില്ല എന്ന് CPMൻ്റെയും മുന്നണിയുടെയൊക്കെ വിലയിരുത്തൽ വരുന്നത് അതുകൊണ്ടാണ്. ഇപ്പോഴും ആ വോട്ടുകളുണ്ട്, പക്ഷേ ചില കാര്യങ്ങളിൽ ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അത് തിരുത്താനുള്ള നടപടികൾ പാർട്ടി തലങ്ങൾ നടത്തും. അതിനപ്പുറത്തേക്ക് സർക്കാരിനെ കൊണ്ട് എന്തൊക്കെ വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് നൽകാൻ കഴിയുമോ അത് എത്രത്തോളം പ്രത്യക്ഷത്തിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുമോ, പ്രായോഗികതയിൽ കൊണ്ടുവരാൻ കഴിയുമോ ഒക്കെ സർക്കാർ തീരുമാനിക്കും. സ്ത്രീകൾക്കുള്ള പെൻഷൻ്റെ നടപടികളൊക്കെ, സഹായത്തിൻ്റെ നടപടികളൊക്കെ സർക്കാർ ഇതിനകം തുടങ്ങിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിന് പൂർത്തിയാക്കുക എന്ന വലിയ ലക്ഷ്യമുണ്ട്. അത്തരം കാര്യങ്ങളുമൊക്കെ ഈ ബജറ്റിൽ ഉൾക്കൊള്ളിക്കും. വലിയ ക്ഷേമ വാഗ്ദാനങ്ങൾ അടങ്ങിയ ഒരു ക്ഷേമ ബജറ്റ് തന്നെയാകാം അവതരിപ്പിക്കാൻ പോകുന്നത്. KN ബാലഗോപാലിൻ്റെ ഈ ടേമിലെ അവസാന ബജറ്റ്. അത് സർക്കാരിൻ്റെ തുടർച്ചയെ കൂടി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. സജിത്ത, യെസ്, അവരോട് സൂചിപ്പിച്ചതുപോലെ എന്തായാലും സർക്കാരിൻ്റെ മുന്നണിയുടെ രാഷ്ട്രീയമായ തിരുത്തലിനും അപ്പുറം സർക്കാർ ചില തിരുത്തലുകളും ചില പ്രഖ്യാപനങ്ങൾക്കും ഒരുങ്ങുന്നു എന്നതാണ്. അരുൺ, മടങ്ങി വരാം. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ വമ്പൻ പ്രഖ്യാപനങ്ങൾക്ക് സർക്കാർ ഒരുങ്ങുകയാണ്. അതിനുള്ള അവസരമാണ് ബജറ്റ്. KN ബാലഗോപാൽ ഇനി നിയമസഭയിലേക്ക് വരുമ്പോൾ ആ ബജറ്റ് പ്രഖ്യാപനത്തിൻ്റെ തന്ത്രപ്രധാനമായ കളമൊരുക്കലാണ്. പക്ഷേ സർക്കാർ കേന്ദ്രങ്ങൾ അതീവ ജാഗ്രതയിലാണ്. വളരെ രഹസ്യമായാണ് ഇതിൻ്റെ ഫയൽ നീക്കങ്ങളെന്നാണ് മനസ്സിലാകുന്നത്. സൂചനകൾ പോലും പുറത്തുവിടാതെ തന്ത്രപ്രധാനമായി ഒരുങ്ങുകയാണ്. ഇനി അവശേഷിക്കുന്ന നാളുകൾ നിർണായകമാണ് എല്ലാ മുന്നണികൾക്കും പാർട്ടികൾക്കും. അതിലേറ്റവും തന്ത്രപ്രധാനമാവുന്നത് ഇടതുപക്ഷം ഒരു ഭരണം അവശേഷിക്കുന്നത് രാജ്യത്ത് കേരളത്തിൽ മാത്രമാണ്. അതിന് തുടർച്ചയുണ്ടാവണം. വീണ്ടും അത് നിലനിർത്താൻ വേണ്ടിയുള്ള എല്ലാ തന്ത്രങ്ങളും പയറ്റണം. അങ്ങനെയെങ്കിൽ ബജറ്റിൽ വരാനിരിക്കുന്നത് വൻകിട പ്രഖ്യാപനങ്ങളാണ്.